ഫ്രാൻസ് സെനഗൽ മത്സരം നല്ല ഗംഭീരമായ മത്സരമായിരുന്നു. പക്ഷെ അതിൽ സെനഗൽ വിചാരിച്ച പോലെ ലക്ക് ഉണ്ടായില്ല. മാത്രമല്ല ഫ്രാൻസിൽ നമ്മൾ ഇന്നലെ പ്രത്യേകിച്ച് സംസാരിച്ച പോലെ ഫ്രാൻസ് അതിൻ്റെ ഒരു ടോപ്പ് ഫോമിലേക്ക് വരികയും എംബാപ്പയുടെ ഗംഭീരമായ പ്രകടനമായിരുന്നു. അത് പൊതുവേ നോക്കുകയാണെങ്കിൽ എംബാപ്പെ മാത്രമല്ല ടോട്ടൽ സെറ്റായ ഒരു ടീം പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ദിലീപ് എങ്ങനെയാണ് ആ കളി കാണുന്നത്? രണ്ട് പകുതിയായിട്ടാണ് ഞാൻ കണ്ടത്. ആദ്യ പകുതി എനിക്ക് തോന്നിയത് സെനഗലാണ് കുറച്ചും കൂടി നന്നായി കളിച്ചത്. അവർ വളരെ ഡിഫൻസിൽ വളരെ ടൈറ്റ് ആയിരുന്നു, അധികം സ്പേസ് ഒന്നും കൊടുത്തില്ല ഫ്രാൻസിന്. ഫ്രാൻസ് ആണെങ്കിൽ വളരെ സ്ലോ ആയിരുന്നു. അവരുടെ ഈ ഗ്രൂപ്പ് കളിക്കാരുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് അവരുടെ സ്പീഡാണ്. ഇപ്പം എംബാപ്പെ ആയാലും ഒളീസെ, ഡുവെ, ഇവരുടെ ഒക്കെ ഡെംബെലെ ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ് അവർ കൗണ്ടർ ചെയ്യുമ്പോൾ. ആ സ്പീഡ് ഉപയോഗിക്കാതെ വെറുതെ ഇങ്ങനെ സ്ലോ പാസ് കളിച്ചിട്ട് ഒരു കാര്യമില്ല. കുറെ അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിൽ കളിച്ചത്. രണ്ടാം പകുതിയിൽ അത് മാറ്റി ഒളീസെ കുറച്ചും കൂടി സെൻട്രലായി വന്നു, ഡെംബെലെ വൈഡായി പോയി, പെട്ടെന്ന് ഒളീസെ കുറെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യത്തെ ഗോളിൻ്റെ ഭയങ്കര ഒരു പാസ്സായിരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം ഡിയാസിന്റെ പാസ്സായിരിക്കും ചിലപ്പോൾ ഈ ലോകകപ്പിലത്തെ ഏറ്റവും മികച്ചത് ബ്രസീലിനെതിരെ. പക്ഷെ ഇത് അതിനും മറികടന്നിട്ടുള്ള ഒരു പാസ്സായിരുന്നു. 3 ഡിഫൻഡേഴ്സിനെ കട്ട് ഔട്ട് ചെയ്തിട്ട് എംബാപ്പെ, അത് എംബാപ്പയുടെ ഫിനിഷ്, 1 ടച്ചിൽ ഫിനിഷ് ചെയ്യുന്നു. പക്ഷെ സെനഗൽ നന്നായി കളിച്ചു. അവരുടെ ലെവല് പക്ഷെ ഇതാണ്, പീക്ക് ഫ്രാൻസ് എത്തിക്കഴിഞ്ഞ ഒരു ടീമിന് അവരുടെ എതിരെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഗ്രൗണ്ടിനകത്തുള്ള നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചല്ലാത്ത ഗ്രൗണ്ടിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു ഫോർമേഷൻ്റെ അതിൻ്റെ സ്പീഡ്, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വളരെ മെല്ലെ തുടങ്ങി, പക്ഷേ പിന്നെ അവസാനം എത്ര ഗോൾ വരുന്നുള്ള നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അറ്റാക്ക് ആയിരുന്നല്ലോ ഫ്രാൻസിൻ്റെത്. ആ രീതിയിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു മൊമെന്റം ഷിഫ്റ്റ് ചെയ്തത്? അത് ഈ ലോകകപ്പ് കോച്ചസ് എനിക്ക് കുറച്ച് സഹതാപം കൂടി ഉണ്ട്. എന്താ വെച്ചാൽ അവർക്കൊരു ക്ലബ് ടീം പോലെ കുറേ കാലത്തേക്ക് കളിക്കാരെ കിട്ടുന്നില്ല. അപ്പോൾ കളിക്കാരെ കിട്ടി പല ഫോർമേഷൻസൊക്കെ അവർക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ അതിനുള്ള മാച്ചസും ഇല്ല. ആകെ 5 ഇൻ്റർനാഷണൽ വിൻഡോസേ ഒരു കൊല്ലമുള്ളൂ. അതിൽ അധികം ഇപ്പോൾ ഒരു ക്വാളിഫയിങ് മാച്ചൊക്കെ ആണെങ്കിൽ അധികം നമുക്ക് ഓപ്ഷൻസ് ഒന്നും നോക്കാൻ റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോച്ചിന് തോന്നുക ഇതൊന്ന് മാറ്റി നോക്കാമല്ലേ. അപ്പം ഇന്നലെ ശരിക്കും അവർ ഒറ്റ പൊസിഷൻ ചേഞ്ച് കാരണമാണ്. ആദ്യം ഡെംബെലെ ആയിരുന്നു കുറച്ച് സെൻട്രലായി കളിച്ചത്, അത് മാറ്റി ഒളീസെ വന്നപ്പോൾ കളി ആകെ മാറി, കുറേ കൂടി ഫാസ്റ്റായി, ആകെപ്പാടെ സ്കോറും ഒക്കെ മാറി. അങ്ങനെ അതുവരെ 0-0 ആയിരുന്ന കളി പെട്ടെന്ന് ഫ്രാൻസ് കൺട്രോൾ എടുത്തു. ഇതിൽ പിന്നെ കിലിയൻ എംബാപ്പയുടെ ഒരു ഫോമിനെ പറ്റി അതിലും ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നേരത്തെ കുറേ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ വേൾഡ് കപ്പിൽ എംബാപ്പെ എത്ര ദൂരം പോകും എന്നുള്ളത്, 14 ഗോളുകൾ എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പം മെസ്സിയുടെ അടുത്താണ് റെക്കോർഡിൽ, മെസ്സിയും ക്ലോസ് ചെയ്യും. പക്ഷെ ഈ ലോകകപ്പ് കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു എംബാപ്പെ ഒരു 17-18-19 ഗോളെങ്കിലും എത്തുമായിരിക്കും എന്ന് തോന്നുന്നു. ഈ ഇത്രയും ചാൻസസ് ഫ്രാൻസ് സൃഷ്ടിക്കുകയാണ്. എന്ന് വെച്ചാൽ എംബാപ്പെ ക്ലിനിക്കൽ ഫിനിഷറാണ്. മറ്റേ R9-ഉം ഹാരി കെയ്നും ഒക്കെ ആ ഒരു ലെവലിലുള്ള ഒരു ഫിനിഷറാണ്. അപ്പോൾ അത്രയും ചാൻസ് അവർ ആ സെക്കൻഡ് ഹാഫിൽ സൃഷ്ടിക്കുകയും ചെയ്തു. ശരിക്കും ഒരു ഹാട്രിക്കിനുള്ള ഒരു ചാൻസും കൂടി ഒന്ന് മിസ് ചെയ്തതാണ് അവസാന നിമിഷങ്ങളിൽ. അവർ ആ ശൈലിയിൽ കളിച്ചാൽ തീർച്ചയായിട്ടും ഈ ലോകകപ്പിൽ ഒരു 8-9 ഗോൾ അടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എംബാപ്പെ. ഫ്രാൻസിൻ്റെ ഒരു ടോട്ടൽ സ്ട്രെങ്ത് അത് നമ്മൾ പറഞ്ഞല്ലോ, അത് ഇപ്പോൾ ഈ കളിക്കളത്തിൽ മാത്രമേ നമുക്കത് എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പറയാൻ പറ്റും എന്നുള്ളത്. ഇത് വെച്ചിട്ടും എങ്ങനെയാണ് ഫ്രാൻസിന് മുന്നോട്ടുള്ള കുതിപ്പിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റും? അവരുടെ ഏറ്റവും ടഫായിട്ടുള്ളൊരു മാച്ച് ഇതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. നോർവേ മോശം ടീമാണെന്നല്ല പറയുന്നത്, പക്ഷെ വേറെ ഒരു യൂറോപ്യൻ ടീമിനെതിരെ കളിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പം യൂറോപ്യൻ ടീംസ് കുറേ സിമിലർ ആയിട്ടുള്ളൊരു ശൈലിയാണ്. മറ്റേ ഈ ആഫ്രിക്കൻ, ഇത് ഏറ്റവും ഫിസിക്കലായിട്ടുള്ളൊരു ആഫ്രിക്കൻ ടീമിനെതിരെ അവർക്ക് പിടിച്ചു നിൽക്കാനും പറ്റി, അവസാനം ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ എംബാപ്പയുടെ കാര്യം പറയുമ്പോൾ സെനഗോളിൻ്റെ ഇതിൽ ഈ ക്വാളിറ്റി ഓഫ് സ്ട്രൈക്കേഴ്സിൻ്റെ വ്യത്യാസം, നിക്ലസ് ജാക്സന്റെ ഒരു ഗോള് ഓഫ് സൈഡായിട്ട് മറ്റേ വാർ കറക്ഷൻ വന്നു. ഒരു ടോപ്പ് സ്ട്രൈക്കർ ഒരിക്കലും അത്രയും 2 മീറ്റർ ഒന്നും ഓഫ് സൈഡ് ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ എംബാപ്പയ്ക്ക് അവർ ലാസ്റ്റ് ഡിഫൻഡറുടെ ഷോൾഡറിൽ കളിക്കണം എന്നാണ് എല്ലാ കോച്ചസും പറയുക. അത് ചിലപ്പോൾ 6 ഇഞ്ച് ഒരു അടിക്കൊക്കെ ഓഫ് സൈഡ് ആവും, പക്ഷെ 2 മീറ്ററൊക്കെ ഓഫ് സൈഡ് ആവുന്നത് അത് ആ ബേസിക് ഗെയിം സെൻസ് ഇല്ലാത്തത് കാരണം. അത് കാരണമാണ് ഒരു ഗോൾ സെനഗലിന് ഇല്ലാതായത്. ഈ സെനഗലിന്റെ കളി എങ്ങനെയാണ് നോക്കിക്കാണുക? അതായത് സെനഗൽ നന്നായിട്ട് കളിച്ചല്ലോ. സെനഗലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആഫ്രിക്കൻ കപ്പിൻ്റെ തൊട്ട് ഇങ്ങോട്ടൊരു നിരാശയുടെ സമയം കൂടിയാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ്? കാരണം അത്രയും നന്നായിട്ട് കളിച്ചു,
അത് ലെക്കിന്റെ ഒരു അഭാവം തന്നെയല്ലേ അതിനകത്ത് കൂടുതലായിട്ടുള്ള? ലക്കിൻ്റെന്ന് ഞാൻ പറയില്ല, അവർ കുറച്ചും കൂടി നല്ലൊരു ടീമിനോട് തോറ്റു. പക്ഷെ ഇനി വരാൻ പോണ 2 കളിയും അവർ കോൺഫിഡൻസോട് കൂടി തന്നെ കളിക്കും. ഒന്ന് ഇറാഖായിട്ടാണ്, പിന്നെ ഒന്ന് നോർവേ. അതാണ് മിക്കവാറും ഏത് ടീമായിരിക്കും രണ്ടാമത് ഫിനിഷ് ചെയ്യാൻ തീരുമാനിക്കുക. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ സെനഗലും അടുത്ത റൗണ്ടിൽ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 3rd പ്ലേസ് ടീമായിട്ടെങ്കിലും അവരെത്തേണ്ടതാണ്. നോർവേ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് ഈ ടൂർണമെന്റിലെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ടീമാണ്. മാത്രമല്ല ഹാലൻഡിന്റെ ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു, 2 ഗോളുകൾ. അപ്പോൾ ഇതിനകത്ത് നോർവേ ഒരു അടക്കി കളിച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയും കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി കളിച്ചതായിരുന്നു. അവസാനം വരെ അവർ നിറഞ്ഞു നിന്ന കളിയായിരുന്നത്. ഇറാഖിനെ അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയല്ല, എന്നാൽ പോലും അത് എന്താണ് ആ മികവിൻ്റെ ഒരു പ്രത്യേകത? ഒരു 42 മിനിറ്റ് അവർ ശരിക്കും പിടിച്ചു നിന്നു. പക്ഷേ നമ്മൾ ഈ കുറിസാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചില രാജ്യങ്ങൾക്ക് ഇവിടെ എത്തേണ്ടത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പം ഇറാഖ് 40 കൊല്ലത്തിന് ശേഷമാണ് കളിക്കണം. അപ്പം അവർ ആ അയ്മൻ ഹുസൈൻ്റെ ഗോള് വന്നപ്പോൾ കുറച്ച് ഫോക്കസ് പോയി. അപ്പോഴാണ് ആ വലിയൊരു മിസ്റ്റേക്ക് വന്നിട്ട് ഹാളൻഡ് 2ാമത്തെ ഗോൾ അടിക്കും. അതോടെ പിന്നെ കളി മാറി. പിന്നെ അവർ കളി ചേസ് ചെയ്യുമ്പോൾ നോർവേക്ക് കൗണ്ടർ അറ്റാക്കിൽ ഗോൾ അടിക്കാൻ പറ്റിയൊരു ടീമുമാണ്. അതിപ്പോൾ ഹാളൻഡ് മാത്രമല്ല, ന്യൂസാണ് വേറൊരു ഗോൾ സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ അവർക്ക് അതിന് പറ്റിയ ഓഡ്ഗാർഡിൻ്റെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു കൗണ്ടർ അറ്റാക്കിൽ കളിക്കാൻ പറ്റിയൊരു ടീമാണ് നോർവേ. അപ്പോൾ അതിലാണ് വലിയൊരു വ്യത്യാസം വരുന്നത്. പല രാജ്യങ്ങൾക്കും ഈ ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഹാലൻഡ് ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ 2 ഗോൾ ഉണ്ട്. പിന്നെ നമ്മൾ എംബാപ്പയെ പറ്റിയും മെസ്സിയെ പറ്റിയും ഒക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു അപൂർവ പ്രതിഭാസമൊന്നുമല്ല ഹാലൻഡ്. പക്ഷെ എന്നാൽ പോലും നമുക്കറിയാം ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിൻ്റെ ഒക്കെ കളി കണ്ടു കഴിഞ്ഞാൽ അതിൽ എത്രയോ മിടുക്ക് കാണിക്കുന്ന കളിക്കാരനാണ്. ഈ ലോകകപ്പിൽ ഹാലൻഡ് എങ്ങനെയായിരിക്കും തുടങ്ങുന്നത്? ഹാലൻഡിനെ പറ്റി ഇപ്പോൾ പലരും ഇപ്പോൾ റോയ് കീനൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു 3rd ഡിവിഷൻ കളിക്കാരൻ്റെ സ്റ്റാൻഡേർഡേ ഉള്ളൂ, ഫിനിഷ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. അത് ഒരു വിധം നോക്കിയാൽ അത് ശരിയാണ്. ഒരു ഓൾറൗണ്ട് പ്ലേ അങ്ങനെ ഇപ്പൊ ഒരു മെസ്സിഡോ മറ്റേ ഒളീസഡോ ആ ഒരു ലെവലിലൊന്നും ആരും ഉണ്ടെന്ന് പറയില്ല. പക്ഷെ പണ്ടത്തെ ജർമ്മനിയുടെ ഗേർഡ് മുള്ളറെയൊക്കെ പോലെ റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം, അവർ പാസ് എവിടെ വരുന്ന അറിയാം, എങ്ങനെ ഫിനിഷ് ചെയ്യുന്നറിയാം. അപ്പം അത് ഫുട്ബോളിൽ അതൊരു വലിയ കാര്യം. എന്താ വെച്ചാൽ ഗോള് വേണം നിങ്ങൾക്ക് കളി ജയിക്കണമെങ്കിൽ. ഇന്നലത്തെ മറ്റൊരു നല്ല കളി എന്ന് പറയുന്നത് ഓസ്ട്രിയ ജോർദാനായിരുന്നു. അതിനകത്ത് ഓസ്ട്രിയ 3 ഗോൾ അടിക്കുകയും ചെയ്തു, ജയിക്കുകയും ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് കളി എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു 60 മിനിറ്റ് ശരിക്കും ജോർഡൻ അവരെ വെള്ളം കുടിപ്പിച്ചു. എനിക്ക് ആ 2ാമത്തെ ഒരു വാട്ടർ ബ്രേക്ക് ഒക്കെ വന്നപ്പോഴാണ് കുറച്ചൊരു മൊമെന്റം ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഓസ്ട്രിയയുടെ ഒരു ഡിസലൗഡ് ഗോൾ വരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ശരിക്കും 2ാമത്തെ ഗോൾ അടിക്കുന്നു. പക്ഷെ അതുവരെ പൊസിഷൻ കുറവായിരുന്നു. ജോർഡന് 35% ഉണ്ടായിരുന്നു. പക്ഷെ അവർ കുറെ നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പോ നമ്മൾ കാണുന്നത് ഏഷ്യൻ ഫുട്ബോളിന്റെ ഒരു വളർച്ചയാണ്. ജോർഡൻ എന്ന് പറയുമ്പോൾ 1.25 കോടി ആൾക്കാരും കൂടി ഇല്ല. കേരളത്തിന്റെ ഒക്കെ 1/3 പോപ്പുലേഷൻ. പക്ഷെ എന്നിട്ടും അവര് പുറമെ കളിക്കണ കുറെ മികച്ച കളിക്കാരുണ്ട്. ഇന്നലെ ഗോളടിച്ച ആലോൾവാൻ അടക്കം പിന്നെ മൂസാൽ തവാരി കുറെ നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ അവർ ജേഴ്സി പിടിച്ചു വെച്ചത് നമ്പർ 11 യാസൻ അൽ നൈമാറ്റ്, അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രൈക്കർ ACL പരിക്കായിട്ട് പുറത്തു പോയതാണ്. ഇവർ 3 പേരും കൂടി 24 ഗോളാണ് ക്വാളിഫയിങ്ങിൽ അടിച്ചത്. സൗദിയെ തോൽപ്പിച്ചു. അവരുടെ ഗ്രൂപ്പിൽ ഇറാഖിന്റെ ഒമാന്റെയും മേലെ ലാസ്റ്റ് സ്റ്റേജിൽ ഫിനിഷ് ചെയ്തു. അപ്പൊ ഏഷ്യൻ ഫുട്ബോളിന്റെ ഒരു വളർച്ചയും കൂടിയാണ് നമ്മൾ കാണുന്നത്. മികച്ചൊരു യൂറോപ്യൻ ടീമിനെതിരെ 60 മിനിറ്റ് അവർ ശരിക്കും പിടിച്ചു നിന്നു. പിന്നെ പൊതുവായിട്ട് പിന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഇവിടെയുള്ള ചില റിവ്യൂസൊക്കെ വരുന്നതിനകത്ത് ഈ പൊസഷൻ കൂടുതൽ അവർക്കായിരുന്നു, എന്നാലും ഗോൾ അടിച്ചു, അതുകൊണ്ട് ആ ടീമാണ് നല്ലതെന്നൊക്കെയുള്ള രീതിയിൽ ചില മലയാള റിവ്യൂസൊക്കെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റല്ലേ? എത്രമാത്രം ബോൾ പൊസസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കളിയുടെ. അതിലൊരു അർത്ഥമില്ല. ഇപ്പം നിങ്ങളുടെ കളിക്കാരെ ഏത് ശൈലിയാണ് സൂട്ട് ചെയ്യുന്നത്? ഇപ്പൊ ജപ്പാൻ നെതർലൻഡ്സിൽ 60% പൊസിഷൻ നെതർലൻഡ്സിനായിരുന്നു. പക്ഷെ അതിൽ ചാൻസസ് ശരിക്കും ക്ലിയർ ചാൻസസ് നോക്കിക്കഴിഞ്ഞാൽ തുല്യതായിരുന്നു. ശരിക്കും നെതർലൻഡ്സിന് അത്ര തന്നെ നല്ല ചാൻസസ് ജപ്പാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് കളിക്കാർക്ക് ഏതാണ് സൂട്ട് ചെയ്യണം അതനുസരിച്ച് അവർ കളിക്കുക, അത്രേ ഉള്ളൂ. ഇന്ന് രാത്രി നാളെ രാവിലെ ആയിട്ട് പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, കൊളംബിയ, ക്രൊയേഷ്യ ഒക്കെ
കളിക്കുകയാണ്, അവരുടെ എല്ലാം ആദ്യത്തെ കളിയാണ്. അതിനകത്ത് പോർച്ചുഗലും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും തമ്മിലാണ് കളിയുള്ളത്. അതിൽ നമ്മൾ പൊതുവേ എല്ലാവരും പ്രതീക്ഷിക്കുക പോർച്ചുഗലിനൊരു ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന കളിയായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ദിലീപ് എങ്ങനെയാണ് കാണുന്നത്? DR കോങ്കോ വളരെ പേടിക്കേണ്ട ഒരു ടീമാണ്. ഒന്നാമത് ക്വാളിഫൈ ചെയ്ത് സെനഗളിൻ്റെ തൊട്ട് പുറകിലായിരുന്നു ആദ്യത്തെ റൗണ്ടിൽ. പിന്നീട് അവർ പ്ലേ ഓഫിൽ തോൽപ്പിച്ചത് സെമിയിൽ ക്യാമറൂണിനെയും ഫൈനലിൽ നൈജീരിയയാണ്. അപ്പം 3 മികച്ച ടീമുകൾക്ക് ഒപ്പത്തിനൊപ്പം പോയിട്ടാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. പിന്നീട് കോണ്ടിനെൻ്റൽ പ്ലേ ഓഫും ജയിച്ചു, മറ്റേ മെക്സിക്കോയിൽ പോയിട്ട്. അവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അനുഭവമുള്ള കുറച്ച് കളിക്കാരുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കളിച്ച കളിക്കാരുണ്ട്, ഇപ്പം ന്യൂ കാസിലിന് കളിക്കുന്ന യോവാൻ മിസ് ഉണ്ട്. അപ്പം അങ്ങനെ അനുഭവമുള്ള കുറേ കളിക്കാരുണ്ട്. വളരെ ഫിസിക്കൽ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ടീമാണ്. പക്ഷെ പോർച്ചുഗൽ വളരെ ഏറ്റവും നല്ലൊരു ഓൾറൗണ്ട് ടീമാണ് പോർച്ചുഗൽ. അപ്പോൾ ഇവരെ എത്ര ഡിഫെൻഡ് ചെയ്താലും ആ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാനുള്ളൊരു കഴിവുള്ള ടീമാണ് പോർച്ചുഗൽ. ഞാൻ അവർ ഡിഫെൻഡ് ചെയ്യാൻ മാത്രം ചെയ്യുന്നല്ല പറയുന്നത്, പക്ഷെ മിക്കവാറും ഒരു 60-70% പൊസിഷൻ പോർച്ചുഗലിന്റെ കയ്യിലായിരിക്കും. നമ്മൾ പോർച്ചുഗലിനെ പറ്റി പറയുന്ന പോർച്ചുഗൽ ഒരു സാധ്യതാ ടീമാണല്ലോ. അതെ, ലോകകപ്പിലേക്കുള്ള. അപ്പോൾ അത് വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഓവർ ഡോമിനൻസ് അതിന് പൊതുവെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം പറഞ്ഞ രീതിയിൽ ഉള്ള ഭീഷണികൾ ഉണ്ടെങ്കിലും കോങ്കോയുടെ ഭാഗത്തുനിന്ന് ഓവർ ഡോമിനൻസ് പറഞ്ഞാൽ ബോൾ കുറേ ഉണ്ടാവും, പക്ഷെ അധികം ഗോൾ അടിക്കുമോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഫ്രാൻസും അർജന്റീനയൊക്കെ 3 ഗോൾ വീതം അടിച്ചു. 3 ഗോളൊക്കെ കോങ്കോനെതിരെ അടിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അവർ വളരെ ടഫായിട്ടുള്ള ഡിഫെൻസീവ് ടീമാണ്. പക്ഷെ അവരെ ഒരിക്കൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റി നേരത്തെ ഒരു ഗോൾ അടിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് കുറച്ച് പുറത്തേക്ക് വരണം, ഈക്വലൈസറൊക്കെ തേടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ ബ്രേക്കിൽ ഏത് ടീമിനെയും വേദനിപ്പിക്കാനുള്ള കളിക്കാർ പോർച്ചുഗലിനുണ്ട്. അതിപ്പോൾ റൊണാൾഡോ ആയാലും ബ്രൂണോ ഫെർണാണ്ടസ്, മറ്റേ പെഡ്രോ നെറ്റോ, ലിയോ, ബെർണാർഡോ സിൽവ, അനേക കളിക്കാരുണ്ട്. ഇന്നലെ ഇപ്പം മെസ്സി ഈ ഒരു ഫോമിൽ അത്രയും ഇതായിട്ട് പെർഫോം ചെയ്തതുകൊണ്ട് എല്ലാവരും റൊണാൾഡോയിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും അങ്ങനെ തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റുമോ നമുക്ക്? എനിക്ക് അത്ര ഇതായിരിക്കും തോന്നുന്നില്ല. എന്താ വെച്ചാൽ പോർച്ചുഗൽ കുറേ കൂടി ഒരു വെൽ റൗണ്ടഡ് ടീമാണ്. അവർക്ക് എല്ലാ പൊസിഷനിലും ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് ഉള്ള. അർജന്റീന ഇന്നലെ കളിച്ചത് ശരിക്കും ഒരു ലെഫ്റ്റ് ബാക്ക് ഇല്ലാതെയാണ്. ഫക്കുണ്ടോ മൊളിന, ഒരു മെദീന ഒരു സെൻറ്റർ ബാക്കാണ് സാധാരണ. 2 പൊസിഷനും കളിക്കാറുണ്ട്, പക്ഷെ ഫ്രാൻസിൽ അധികം സെൻറ്റർ ബാക്കായിട്ടാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മേക്ക് ഷിഫ്റ്റ് ലെഫ്റ്റ് ബാക്കൊക്കെ ആയിട്ടാണ് കളിച്ചത്. പോർച്ചുഗലിന് ലോകത്തെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് ഉണ്ട്, അതേപോലെ റൈറ്റ് ബാക്കിലൊക്കെ അനേക ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ പൊസിഷനിലും കവറുള്ളൊരു ടീമാണ് പോർച്ചുഗൽ. അപ്പോൾ റൊണാൾഡോനെ പറ്റി മാത്രമല്ല, തീർച്ചയായിട്ടും ഗോൾ അടിക്കാൻ സർവീസ് അധികം റൊണാൾഡോനായിരിക്കും. പക്ഷെ റൊണാൾഡോനെ മാത്രം മാർക്ക് ചെയ്തിട്ട് കോങ്കോ കളിക്കാനൊന്നും പോകുന്നില്ല. മറ്റൊരു കളി ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിലാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ലോകകപ്പ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു കളിക്കാരനെ കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ വിവാദവും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾക്കാർ ചേരിതിരിഞ്ഞ് വലിയ ക്രിറ്റിസിസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ബെല്ലിംഗാമിനെ പറ്റി വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് അനുകൂലമായിട്ടും ആൾക്കാർ വരുന്നുണ്ട്, കോച്ചിന് എതിരായിട്ട് വരുന്നുണ്ട്. അതായത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, കളിയിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് അറിയുന്നതിന് മുമ്പ് തന്നെ വലിയ വിവാദങ്ങൾ വരികയാണ്. ദിലീപ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അതിപ്പോൾ എന്തുകൊണ്ട് ഇതിൽ തീർച്ചയായിട്ടും ഒരു റേഷ്യൽ എലിമെന്റ് ഉണ്ട്. ഇപ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരനാകുമ്പോൾ അവർക്ക് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഫോക്സ് ന്യൂസ് ഇവരൊക്കെ വളരെ ബ്ലേറ്റന്റ് റേസസ് ആണ് അവിടെ കാണുന്നത്. ഇംഗ്ലീഷ് മീഡിയയിലത്തെ പ്രത്യേകിച്ച് പത്രങ്ങൾ, ഇപ്പോൾ ഡെയിലി ടെലിഗ്രാഫിലൊക്കെ വളരെ സട്ടിൽ റേസസ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന്, പക്ഷെ അതിങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റി വരണ പോലെ അതിങ്ങനെ ആ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ റഹീം സ്റ്റേർലിങ്ങിന് 20 വയസ്സാവുന്നതിന് മുമ്പ് 2 കുട്ടികളുണ്ടായിരുന്നു, അതേപോലെ ഫിൽഫോർഡിനും ഉണ്ടായിരുന്നു. അതാരും പറയുന്നില്ല. എന്നുവെച്ചാൽ ഒരാൾ കറുത്ത വർഗ്ഗക്കാരനാണ്, മറ്റാളല്ല. അപ്പൊ അങ്ങനെ ആ നാരറ്റീവ് എപ്പോഴും വളരെ ബയസ്ഡ് ആണ് ബ്ലാക്ക് പ്ലേയേഴ്സിനെതിരെ. അപ്പൊ ബെല്ലിംഗമിന്റെ എതിരെ അതൊരു ഫോം കുറച്ച് താഴാൻ വേണ്ടി ആ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യും, അപ്പൊ ചവിട്ടാന്നുള്ളതില്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് അതാ, 2 സീസണായിട്ട് അത്ര നന്നായി കളിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെ നോക്കിയാലും ആ സ്ക്വാഡിൽ ഏറ്റവും കഴിവുള്ള കളിക്കാരൻ ജൂഡ് ബെല്ലിംഗമാണ്. അല്ലാതെ ബെല്ലിംഗാമിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഇംഗ്ലണ്ടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിരഭിപ്രായം ഉണ്ടാവും. പക്ഷെ എന്നാൽ അല്ലാതെ ഇംഗ്ലണ്ട് ടീമിന്റെ ഒരു സെറ്റപ്പ് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ്? മിഡ്ഫീൽഡും ഫോർവേഡ് ലൈനും വളരെ ശക്തമായ ഒരു ടീമാണ്. പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ എലിയറ്റ് ആൻഡേഴ്സൺ, ഡെക്ലൻ റൈസ്, 2
സിറ്റിംഗ് മിഡ്ഫീൽഡേഴ്സ് ഉള്ളത്. പക്ഷെ ബാക്ക് ലൈൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു ടോപ്പ് ടീമിനെതിരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. പല പൊസിഷനിലും അവർ സ്പെഷ്യലിസ്റ്റിനെ അല്ല കളിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്നലെ ലിവ്രമെൻറ്റോ ഇഞ്ചുറി ആയിട്ട് പുറത്തു പോയപ്പോൾ റൈറ്റ് ബാക്ക് റീപ്ലേസ്മെൻ്റ് ആയി വന്നിട്ടുള്ള ട്രെവർ ചാൽബോ സാധാരണ സെൻറ്റർ ബാക്ക് കളിക്കുന്ന ആളാണ്. എന്തോ കാരണവശാൽ ട്രെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡിനെ എടുക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അത് കോച്ചിൻ്റെ തീരുമാനം. പക്ഷെ അത് വലിയൊരു റിസ്ക് ആണ്. ഇപ്പോൾ നിങ്ങളുടെ റൈറ്റ് ബാക്കായ റീസ് ജെയിംസിന് പലപ്പോഴും പരിക്ക് പറ്റിയിട്ടുള്ള ഒരു കളിക്കാരൻ, ഹാംസ്ട്രിങ്ങിന് സ്ഥിരം പ്രശ്നമുള്ള ഒരു കളിക്കാരൻ. അപ്പം എന്തെങ്കിലും റീസ് ജെയിംസിന് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പെഷ്യലിസ്റ്റ് ഇല്ല അവിടെ കവർ ചെയ്യാൻ. അപ്പം ആ ഡിഫൻസ് നോക്കുമ്പോൾ അതേപോലെ ജോൺ സ്റ്റോൺസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ഡിഫൻഡർ. ജോൺ സ്റ്റോൺസിനും ഇതേപോലെ ഇങ്ങനത്തെ ഇഞ്ചുറി ഹിസ്റ്ററിയാണ്. മാർക്ക് ഗേഹിയെ മിക്കവാറും സെലക്ട് ചെയ്യില്ല, അത്രയും ഹൈറ്റ് ഇല്ലാത്ത കാരണം. മിക്കവാറും എസ്രി കോൺസെ ആയിരിക്കും ഗേഹിക്ക് പകരം കളിക്കുക. അപ്പം അങ്ങനത്തെ ചില ചോയ്സസ് കാരണം എനിക്ക് ആ ഡിഫൻസിനെ പറ്റി വലിയൊരു അഭിപ്രായമില്ല. ക്രൊയേഷ്യ ഉഗ്രൻ ടീമല്ലേ ആയിരുന്നു. ഇപ്പൊ പ്രായം ആയി തുടങ്ങി. ഇപ്പൊ അവർക്കൊക്കെ ഇങ്ങനത്തെ ടീംസിനുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പണ്ട് 2004 ചെക്ക് റിപ്പബ്ലിക് ടീമൊക്കെ ഇത്ര തന്നെ മികച്ചൊരു ടീമായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഒരു തലമുറ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളൊരു കൺവെയർ ബെൽറ്റ് ഓഫ് ടാലന്റ് ഒന്നും അല്ല. ചെറിയ രാജ്യങ്ങളാവുമ്പോൾ 20 കൊല്ലം കൂടുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് കളിക്കാർ വരുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഒരു ലാസ്റ്റ് സ്റ്റേജിലെത്തിയവരാണ്. മോഡ്രിച്ച്, പെരിസിച്ച്, മാറ്റിയോ കോവിച്ചിച്ച്, ഇവരൊക്കെ കുറെ പ്രായമായി തുടങ്ങി. അപ്പൊ ഈ ചൂടിൽ കളിക്കുമ്പോൾ പ്രത്യേകിച്ചും 90 മിനിറ്റ് ഇപ്പം അൾജീരിയ ഒന്നും റിയാദ് മാഹ്റസിനെ സ്റ്റാർട്ട് ചെയ്തത് പോലും ഇല്ല അർജന്റീനക്കെതിരെ. പ്രായം കാരണമാണോ അത് ചിലപ്പോൾ അടുത്ത കളി നോക്കിയിട്ട് ജോർഡനായിട്ടുള്ള കളി നോക്കിയിട്ടാവാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പ്രായമായിട്ടുള്ള കളിക്കാരെ വെച്ച് കളിക്കുമ്പോൾ അതാണ് ഒരു വലിയൊരു പ്രശ്നം. ഈ പർട്ടിക്കുലർ കളിയിൽ ദിലീപ് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നതായിരിക്കും സാധ്യത? ഇംഗ്ലണ്ട് ജയിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എന്താ വെച്ചാൽ പക്ഷെ ഇതൊരു വളരെ ചരിത്രമുള്ളൊരു കളിയാണ്. ഇംഗ്ലീഷ് മീഡിയയിലത്തെ ഏറ്റവും വലിയൊരു ഹെഡ്ലൈൻ 18-19 കൊല്ലം മുമ്പ് ഇംഗ്ലണ്ട് ക്രൊയേഷ്യയോട് 3-2 തോറ്റു വെംബ്ലി സ്റ്റേഡിയത്തിൽ. എന്നിട്ട് യൂറോ 2008 മിസ് ചെയ്തു. അങ്ങനെ എന്നിട്ട് അത് പേപ്പറിലുള്ള ഹെഡ്ലൈൻ വോളി വിത്ത് ബ്രോളി, സ്റ്റീവ് മെക്ലാരൻ കോച്ചിനെ പറ്റി, കൊട പിടിച്ച പൊട്ടൻ എന്നുള്ള ഇതില്. അപ്പൊ അത് ഒരു ചരിത്രമുള്ളൊരു മത്സരമാണ് അത്. കാരണം അതേപോലെ 2018 ലോകകപ്പ് സെമി ഫൈനലിൽ തോൽക്കുന്നു ക്രൊയേഷ്യയോട്. അതും വളരെ നെഗറ്റീവായി കളിച്ചിട്ട് ഗാരറ്റ് സൗത്ത് ഗേറ്റിന്റെ സ്റ്റൈൽ അതായിരുന്നു. അപ്പൊ അത് ക്രൊയേഷ്യക്ക് അതൊരു തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇങ്ങനെ പണ്ട് ഇങ്ങനത്തെ വലിയ കളികളിൽ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ പണ്ടത്തെ കളികളെ പറ്റി പറയുമ്പോൾ നമ്മളിവിടെ കേരളത്തിലൊക്കെ നേരത്തെ വലിയ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്ന ടീമാണ് കൊളംബിയ. കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരമാണ് പിന്നെ ഒന്ന് വരുന്നത്. അതിൽ വലിയ അതെന്ന് വെച്ചാൽ ഫുട്ബോൾ ടീമിനപ്പുറം ഒരു സിനിമ കഥയായിട്ടും മറ്റേതായിട്ടും മറിച്ചായിട്ടും. അതായത് ഇപ്പം എസ്കോബാറിന്റെ 2 എസ്കോബാറുമാരും കേരളത്തിലെ ഒരുപാട് അതൊക്കെ ഒരുപാട് ഇവിടെ ലെജൻഡ് ആയിട്ടുള്ള സംഗതികളാണ്. അപ്പം ഈ കളി എങ്ങനെയായിരിക്കും കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ? കൊളംബിയ ഒരു നല്ലൊരു അറ്റാക്കിംഗ് ടീമാണ്. ലൂയിസ് ഡിയാസ് ഇപ്പോൾ ഭയങ്കര ഫോമിലാണ്. ബയൺ മ്യൂണിക്കിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സീസണായിരുന്നു. ഇപ്പം അതിന് മുമ്പ് പോർട്ടോനും ലിവർപൂളിനൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും നന്നായിട്ടൊരു സീസൺ കളിച്ചിട്ടില്ല ഡിയാസിന് മുമ്പ്. അവര് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ടീമാണ്. ഏതൊരു ടീമിനും ഒരു ഡേഞ്ചർ ആയിരിക്കും, ഒരു അറ്റാക്കിംഗ് സെൻസ്. പക്ഷെ ഡിഫെൻസിവ്ലി കുറച്ച് സൗത്ത് അമേരിക്കയിലത്തെ ഏറ്റവും ഒരു വീക്ക് ഡിഫെൻസ് എന്ന് പറയാൻ പറ്റുന്നത് കൊളംബിയയുടെ ആണ്. അത് ഉസ്ബെക്കിസ്ഥാൻ അത് മുതലെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ എഴുതി തള്ളാൻ പറ്റുന്ന ഒരു ടീമല്ല. എന്താ വെച്ചാൽ നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്തതാണ്, അല്ലാതെ പ്ലേ ഓഫ് വഴിയൊന്നും അല്ല. ഇറാന്റെ തൊട്ട് പിന്നിൽ ക്വാളിഫൈ ചെയ്ത ടീമാണ് ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ കുറെ നല്ല ഏഷ്യയിലത്തെ ഏറ്റവും നല്ല യൂത്ത് പ്രോഗ്രാം ഉള്ള രാജ്യമാണ് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ. അപ്പൊ ഇങ്ങനെ ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാളിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞു, വേറൊരാൾ റോമയിലായിരുന്നു, ഇപ്പോൾ CSK മോസ്കോയിലുണ്ട്. അങ്ങനെ പല മികച്ച ക്ലബുകളുടെ കൂടെയും ഇപ്പോൾ അവരുടെ ചെറുപ്പക്കാരെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ കൊളംബിയയെ പറ്റി പറയുമ്പോൾ നേരത്തെ ദിലീപ് പറഞ്ഞില്ലേ, ഈ കൺവെയർ ബെൽറ്റ് പോലെ പുതിയ പ്രതിഭകൾ വരുന്ന ഒരു പ്രതിഭാസമുള്ള രാഷ്ട്രങ്ങളെ പറ്റി പറഞ്ഞു. കൊളംബിയയും ശരിക്കും അങ്ങനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമല്ലേ? ഇപ്പൊ എന്താ അതിനെ പറ്റിയിട്ടുള്ളത്? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ ഡിഫെൻസീവ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്
പ്രത്യേകിച്ച് വാർത്തെടുക്കാൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ വലിയ ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ കോച്ചസിന് അത്ര സമയം കിട്ടുന്നില്ല കളിക്കാരുടെ കൂടെ. അപ്പോൾ ആ ഒരു ക്ലബ് ലെവലിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അന്താരാഷ്ട്ര ലെവലിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഒരു ചെറിയൊരു പ്രശ്നം കൊളംബിയക്കുള്ളത്. അതിൽ കളിക്കാരുടെ മികവിലല്ല. ഇപ്പം എല്ലാവരും ടോപ്പ് യൂറോപ്യൻ ക്ലബ്സിനൊക്കെ കളിക്കേണ്ടതാണ്, പക്ഷെ അവർ തമ്മിലുള്ള ആ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ ഒരു എക്വഡോറിൻ്റെയോ പാരഗ്വേയുടെയോ ബ്രസീലിൻ്റെയോ അർജന്റീനയുടെ ആ ഒരു ലെവലിലല്ല. മറ്റൊരു കളി അത് വലിയ പ്രാധാന്യമൊന്നും ആൾക്കാർ കൊടുക്കുന്നില്ല, എന്നാൽ പോലും ഖാനയും പനാമയും തമ്മിലുള്ള മത്സരം. അതിൽ ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആഫ്രിക്കൻ പ്രതാപമുള്ള ടീമാണ്. ഈ കളി എങ്ങനെയാണ് ദിലീപ് കാണുന്നത്? ഈ വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നുള്ള ഏറ്റവും വീക്കായിട്ടുള്ളൊരു ടീം ഇപ്പം ഗാനയാണ്. അത് മികച്ച കളിക്കാരുണ്ട്. ഇപ്പം സെമന്യു ഒക്കെ ഗാന കളിക്കാരനാണ്, പക്ഷെ ആ ഒരു ടീമായിട്ട് അവർക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരുടെ 2 പ്രധാനപ്പെട്ട സെൻറ്റർ ബാക്സ് പരിക്കായിട്ട് നേരത്തെ പുറത്തായി. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പനമയാണെങ്കിൽ നമ്മൾ കുറിസാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ US-ഉം മെക്സിക്കോയും കാനഡയും ക്വാളിഫയിങ് ഇല്ലാത്തത് കാരണം അവർക്ക് കയറാൻ പറ്റിയ ഒരു ടീമാണ്. പക്ഷെ അവർ ഈ ഇടയ്ക്ക് കുറച്ച് ഫ്രണ്ട്ലി മാച്ചസിലൊക്കെ നന്നായി കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹെയ്റ്റിയുടെ കാര്യത്തിൽ കണ്ട പോലെ ഈ കാരിബിയൻ ലാറ്റിൻ അമേരിക്ക ഭാഗത്തു നിന്നുള്ള എല്ലാ ടീംസിനും അത്യാവശ്യം നല്ല സ്കിൽസ് ഉണ്ടാവും. അത് 90 മിനിറ്റ് അവർക്ക് ഒരു ടീമിനെതിരെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു 1-2 നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ടീംസാണ്.